യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തുന്ന തരത്തിലേക്കുള്ള ഒരു ചർച്ച CPIM സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിട്ടില്ല, അങ്ങനെ ഒരു വികാരം ജനങ്ങൾക്കിടയിൽ ഇല്ല എന്നാണ് CPIM സംസ്ഥാന നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ സർക്കാർ പല കാര്യങ്ങളും കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്ന വിമർശനം ചർച്ചയിലുണ്ടായി. എന്നാൽ അതുപോലും സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുന്നില്ല. ഇത്തരത്തിൽ സർക്കാരിനെതിരെ വികാരമില്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് തോൽവി സംഭവിച്ചത് എന്ന കാര്യം താഴെത്തട്ട് വരെയുള്ള ഘടകങ്ങൾ പരിശോധിക്കണമെന്നാണ് MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതേപ്പറ്റി നടന്ന പൊതുചർച്ചയിൽ അംഗങ്ങളെല്ലാവരും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സ്വയം വിമർശനവും നടത്തി. ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തൽ നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് എല്ലാ തലത്തിലും ഉണ്ടാകണം. അതായത് സംസ്ഥാന നേതൃത്വം മുതൽ താഴെത്തട്ട് വരെ തിരുത്തൽ നടപടി ഉണ്ടാകണം. പാർട്ടിയിൽ അടിമുടി ഒരു മാറ്റം വന്നേ മതിയാകൂ. ഈ കാര്യങ്ങളിലൊക്കെ ഒരു തുറന്ന സമീപനം സ്വീകരിക്കണമെന്നാണ് ആളുകൾ ചൂണ്ടിക്കാണിച്ചത്. ഗവൺമെൻറ് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി വെച്ച റിപ്പോർട്ടിൽ പറയുമ്പോഴും ഈ സർക്കാർ പല വിഷയങ്ങളും കൈകാര്യം ചെയ്ത രീതിയെപ്പറ്റി ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള എതിർപ്പുണ്ട്, അവമതിപ്പുണ്ട് എന്ന കാര്യം ചർച്ചയിൽ പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒപ്പം തന്നെ CPIയുടെ വിമർശനങ്ങൾ പലപ്പോഴും UDFന് ശക്തി പകരുന്നതായി. CPM BJP ഡീൽ എന്ന ആരോപണത്തിന് ശക്തി പകർന്നത് PM ശ്രീയുമായി ബന്ധപ്പെട്ട CPI ഉയർത്തിയ വാദങ്ങളാണ്. കേരള കോൺഗ്രസ് മുന്നണി വിടാൻ പോകുന്നു എന്ന ധാരണ വരികയും അതിനെ കാര്യമായി പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തത് LDFിൻ്റെ വിശ്വാസം തന്നെ തകർക്കുന്ന സംഭവമായി പോയി നടക്കുള്ള വിമർശനങ്ങളാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നത്. ഉച്ചയോടുകൂടി യോഗം സമാപിക്കും. ഇന്ന് വൈകുന്നേരം MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്.